നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കൊച്ചി മുസിരീസ് ബിനാലെ സന്ദർശിക്കാൻ മലയാളത്തിന്റെ അതുല്യ നടൻ മമ്മൂട്ടി പ്രധാന വേദിയായ ആസ്പിൻവാൾ ഹൗസിലെത്തി. കൊച്ചിയിലെ ഏറ്റവും വലിയ മതേതര ഉത്സവമായ കൊച്ചി കാർണിവലിന് തുടക്കമായതോടെ കടലമ്മയും കനിഞ്ഞു. കഴിഞ്ഞ 15 വർഷത്തിനിടെ കാണാത്ത കടൽ തീരമാണ് കടലമ്മ ഫോർട്ട് കൊച്ചിക്ക് സമ്മാനിച്ചത്. CPI നേതാവായിരുന്ന സഖാവ് VN പുരുഷന്റെ 10ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പള്ളുരുത്തിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ കടപുഴകി വീണ തണൽമരവും ബിനാലെയുടെ ക്യാൻവാസായി. വാർത്തകൾ വിശദമായി. കൊച്ചി മുസിരീസ് ബിനാലെ സന്ദർശിക്കാൻ മലയാളത്തിന്റെ അതുല്യ നടൻ മമ്മൂട്ടി പ്രധാന വേദിയായ ആസ്പിൻവാൾ ഹൗസിലെത്തി. ബിനാലെയിലേക്കുള്ള പ്രവേശനം പാസ് മൂലമാക്കണമെന്നും ചെറിയ ഒരു തുക ആസ്വാദകരിൽ നിന്നും ഈടാക്കണമെന്നും മമ്മൂട്ടി അഭിപ്രായപ്പെട്ടു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് മമ്മൂട്ടി ആസ്പിൻവാൾ ഹൗസിലെത്തിയത്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും ശില്പങ്ങളും മമ്മൂട്ടി കൗതുകത്തോടെയാണ് വീക്ഷിച്ചത്. ബിനാലെ ക്യൂറേറ്റർ ബോസ് കൃഷ്ണമാചാരിയും ബിനാലെ ഡയറക്ടർ റിയാസ് കോമുവും ട്രസ്റ്റി ബോണി തോമസും ചേർന്ന് മമ്മൂട്ടിയെ സ്വീകരിച്ചു. ഈ പ്രദർശനം ചരിത്രമാണെന്നും ഇത്രയും വിപുലമായ പ്രദർശനത്തിന് സൗജന്യമായി പ്രവേശനം നൽകിയാൽ ഗൗരവം നഷ്ടപ്പെടുമെന്നും ഒരു ചെറിയ തുക ഈടാക്കി പ്രദർശന നഗരിയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും മമ്മൂട്ടി പറഞ്ഞു. ബിനാലേക്ക് ബോളിവുഡ് താരം ജോൺ അബ്രഹാം 10 ലക്ഷം രൂപ